CPM പിന്നാലെ SFIയും പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്നു. അയാളൊരു സ്ത്രീ വിരുദ്ധനാണ്. SFIയുടെ നേതാവ് PM മാർഷോ കുടുംബവാഴ്ച എന്ന് ഉദ്ദേശിച്ചത് തീർച്ചയായും അത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുകയും ചെയ്ത ഒരാൾക്ക് SFIയുടെ തലപ്പത്ത് ഇരിക്കാനാകുന്നത് എതിർക്കാതെ നിന്നൊരു വിദ്യാർത്ഥിയെ വിചാരണ നടത്തി മർദ്ദിക്കുകയായിരുന്നു. ലക്ഷ്യം വെക്കുന്നത് CPMനെയും SFIയെയും തന്നെയാണ്. നമസ്കാരം. വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെയും ഇടതുപക്ഷ വർഗ ബഹുജന സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന എന്ന് തന്നെ നേരിട്ട് പറയാം. വർഗ ബഹുജന സംഘടന എന്ന് പറഞ്ഞേക്കാൾ ഉപരി അത് CPIMന്റെ വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. DYFI പോലെ തന്നെ പൊതു സ്വഭാവമുണ്ടെങ്കിൽ പോലും എന്തായാലും ഇവരൊക്കെ സഖാക്കളാണ്. ഈ സഖാക്കൾക്കെതിരെ, വിദ്യാർത്ഥി സഖാക്കൾക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിരെ പോലീസ് പോലും FIRൽ പോലും അത് കൃത്യമാക്കുന്നുണ്ട്. അത്തരത്തിൽ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്താണ് വിവിധ ഇടങ്ങളിൽ നിന്നും, അത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നടക്കം CPIMനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ മുഖപ്രസംഗങ്ങളിലൂടെയൊക്കെ അവരുടെ പ്രതിഷേധം CPIMനെയും സർക്കാരിനെയും ഒക്കെ അറിയിക്കുന്നത്. ഇന്ന് വന്ന ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ ആദർശങ്ങൾ ഉയർത്തി കെട്ടിപ്പടുത്തതും ഇപ്പോൾ കപട മുദ്രാവാക്യങ്ങളും ഗുണ്ടായുസത്തിന്റെയും പിൻബലത്തിൽ നിലനിൽക്കുന്നതുമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് തടയിടണമെങ്കിൽ അവയുടെ രാഷ്ട്രീയ ഊർജ സ്രോതസ്സുകൾ വറ്റിക്കേണ്ടതുണ്ട്. കറപുരണ്ട വ്യക്തിത്വങ്ങളെ തലപ്പത്തിരുത്തി കലാലയങ്ങളെ വരുതിയിലാക്കുന്നവർ അതിന് അനുവദിക്കുമെന്നാണ് ചോദിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവേദന കേരളത്തിന്റെ വേദനയായിരുന്നെങ്കിൽ പ്രതികളുടെയും സംരക്ഷിക്കുന്നവരുടെയും പങ്ക് ധാർമ്മിക രോക്ഷത്തിനിടയാക്കുകയാണ്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും കർശന നടപടിയെടുത്ത ഗവർണർ നടപടി സ്വാഗതം ചെയ്യപ്പെട്ടത്. ഇത് പൂക്കോട് വെറ്റിനറി കോളേജിലെ മാത്രം കാര്യമല്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും അനുവദിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹോസ്റ്റലുകളെയും SFI ഗുണ്ടാരാജാക്കുന്നതും പാർട്ടിക്കാരായ അധ്യാപകർ കൂട്ടുനിൽക്കുന്നതുമൊക്കെ പലയിടത്തുമുണ്ട്. കൊല്ലം R. ശങ്കർ മെമ്മോറിയൽ SNDP യോഗം കോളേജിലെ വിദ്യാർത്ഥി CR അമൽ SFIയുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായെന്ന ആരോപണവും പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും എറണാകുളം മഹാരാജാസിലുമൊക്കെ സംഭവിച്ചതും കേരളം മറന്നിട്ടില്ല. ഒരിക്കൽ ആദർശങ്ങൾ ഉയർത്തി കെട്ടിപ്പടുത്തതും ഇപ്പോൾ കപട മുദ്രാവാക്യങ്ങളുടെയും ഗുണ്ടായുസത്തിന്റെയും പിൻബലത്തിൽ നിലനിൽക്കുന്നതുമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് തടയിടണമെങ്കിൽ അവയുടെ രാഷ്ട്രീയ ഊർജ സ്രോതസ്സുകൾ വറ്റിക്കേണ്ടതുണ്ട്. കറപുരണ്ട വ്യക്തിത്വങ്ങളെ തലപ്പത്തിരുത്തി കലാലയങ്ങളെ വരുതിയിലാക്കുന്നവർ അതിന് അനുവദിക്കുമോ? വീണ്ടും ആ ചോദ്യം അവർ ഉയർത്തുന്നു. കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തത് സർക്കാരുമായുള്ള ഏറ്റുമുട്ടലുകളുടെ ഭാഗമാണെന്ന വിമർശനം സ്വാഭാവികമാണ്. പക്ഷേ കൊടും ക്രൂരത നടത്തിയ SFIക്കാരുടെ പക്ഷത്താണെന്ന് കരുതുന്നവർക്കെതിരെ ഗവർണർ എടുത്ത നടപടിക്ക് വലിയ പിന്തുണ ലഭിച്ചു. മറ്റ് ചിലതും കേരളം കണ്ടു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ വെറുക്കപ്പെട്ടതാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന SFI, അവരുടെ ക്രൂര കൃത്യതകൾക്കും അഴിമതികൾക്കും സംരക്ഷണമൊരുക്കുന്ന CPIM, പൈശാചിക സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ലാത്ത മുഖ്യമന്ത്രി, സാമൂഹിക തിന്മകൾക്കെതിരെ സ്ഥിരം പ്രതികരിക്കുന്നവരുടെ ഒളിച്ചോട്ടം, കുറ്റവാളികളെ സംരക്ഷിക്കുന്ന അധ്യാപകരുടെ അധാർമികത, 3 ദിവസം തുടർന്ന വിചാരണയും മർദ്ദനവും അറിയാത്ത ഹോസ്റ്റൽ വാർഡനും ഡീനുമായ മഹാൻ, പ്രതികരണശേഷിയില്ലാത്ത വിദ്യാർത്ഥികൾ തുടങ്ങിയവയെല്ലാം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതാണെന്നും തെളിഞ്ഞാൽ പോലും അത് കൊലപാതകമാണ്. കാരണം SFI നേതാക്കൾ ഉൾപ്പെടെ നരാധവന്മാർ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത്. തനിക്കിനി മരണമല്ലാതെ മറ്റൊരു പരിഹാരവുമില്ലെന്ന ഹൃദയഭേദകമായ ഒരവസ്ഥയിലേക്ക് അവനെ എത്തിക്കുകയായിരുന്നു. സഹപാഠിയെ തല്ലിക്കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന പ്രതിബദ്ധതയാണോ കൊട്ടിഘോഷിക്കപ്പെടുന്ന കലാലയ രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്? എങ്ങനെയാണ് പരീക്ഷാ ക്രമക്കേടും സ്ത്രീവിരുദ്ധതയും ഗുണ്ടായുസവും ആരോപിക്കപ്പെടുകയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുകയും ചെയ്ത ഒരാൾക്ക് SFIയുടെ തലപ്പത്ത് ഇരിക്കാനാകുന്നത്? എങ്ങനെയാണ് അയാൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അണികൾക്ക് സാധിക്കുന്നത്? ഇതൊന്നും ചോദിക്കാതെ പൂക്കോട് സംഭവത്തിന്റെ ചുരുളരിക്കാനാകില്ല. അഴിമതിയിലും കുടുംബ ശുശ്രൂഷയിലും പിൻവാതിൽ നിയമനങ്ങളിലും ധാർഷ്ട്യത്തിലും അഭിരമിക്കുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയത്തിന്റെ തുടർ ചർച്ചയാണ് പൂക്കോട്ടെ പ്രതികളിൽ കണ്ടത്.
ദുഷിച്ച രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമായ ഇത്തരം കലാലയ രാഷ്ട്രീയത്തിലുള്ളവരാണ് മനുഷ്യത്വമുള്ളവർ എതിർക്കുന്നത്. രക്തക്കറ പുരളാത്ത കൈകളാൽ മുദ്രാവാക്യം വിളിക്കാവുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഏറെ ഉണ്ടാകില്ല കേരളത്തിൽ. പക്ഷേ അത്തരം ഏറ്റുമുട്ടലിനിടയിലല്ല സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടതെന്ന ഈ സംഭവത്തെ ചരിത്രത്തിലെ കറുത്ത ഏടാക്കിയിരിക്കുന്നു. എതിർക്കാതെ നിന്നൊരു വിദ്യാർത്ഥിയെ വിചാരണ നടത്തി മർദ്ദിക്കുകയായിരുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഉത്തരേന്ത്യയിൽ ഇറങ്ങിയേറുന്ന ആൾക്കൂട്ട വിചാരണകളെയും കൊലപാതകങ്ങളെയും വിമർശിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന കേരളത്തെ CPM-ന് പിന്നാലെ SFIയും പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഗുണ്ടാവിളയാട്ടം പാർട്ടി നോക്കാതെ അടിച്ചമർത്തേണ്ടതുണ്ട്. കോളേജുകളിലും ഹോസ്റ്റലുകളിലും ശുദ്ധീകരണം നടത്തി ഈ കുറ്റവാളികളെ ഒഴിപ്പിച്ചേ തീരും. അല്ലെങ്കിൽ പൂക്കോട് മറ്റൊരു വിധത്തിൽ ആവർത്തിക്കും. റാഗിങ്ങും രാഷ്ട്രീയാതിപ്രസരവും ശാപമായ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ വിടാൻ മാതാപിതാക്കൾക്ക് ഭയമാണ്. ഇപ്പോഴും കേരളത്തിൽ തുടരുന്ന വിദ്യാർത്ഥികളെയും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വിദേശത്തേക്ക് കയറ്റിവിടുന്നോളം ഈ രാഷ്ട്രീയ കുറ്റവാളികളെ അഴിച്ച് വിടരുത്. ഇതിൽ കൃത്യമായി സഭാ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് CPM-നെയും SFIയെയും തന്നെയാണ്. SFIയുടെ പ്രധാനപ്പെട്ട നേതാവ് PM മാർഷോക്കെതിരെയാണ്. അയാൾ ഒരു കുറ്റവാളിയാണ്. അയാൾക്ക് എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി സാധിക്കുന്നു? അയാൾ ഒരു സ്ത്രീ വിരുദ്ധനാണ്. SFIയുടെ നേതാവ് PM മാർഷോ. അയാൾ ഇപ്പോഴും എങ്ങനെ ആ സ്ഥാനത്തിരിക്കുന്നു? അയാൾക്ക് കൊടി പിടിക്കാൻ, അയാൾക്കൊപ്പം അണിനിരക്കാൻ, അയാൾക്ക് സിന്ദാബാദ് വിളിക്കാൻ എങ്ങനെ ഈ പ്രവർത്തകർക്ക് സാധിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നു. കുടുംബവാഴ്ച എന്ന് ഉദ്ദേശിച്ചത് തീർച്ചയായും അത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. കുടുംബവാഴ്ച എന്ന് പറയുന്നത് മകൾ വീണ വിജയനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണ്. ധാർഷ്ട്യം എന്ന് പറയുന്നത് അതും മുഖ്യമന്ത്രിയെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. ദീപിക എന്ന ക്രൈസ്തവ സഭകളുടെ തന്നെ നാവായി പ്രവർത്തിക്കുന്ന, ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ് ഇത്തരത്തിലൊരു നിലപാട് CPM-ന് എതിരെ പറയുന്നത്. നേരത്തെ മണിപ്പൂർ വിഷയത്തിലടക്കം, ബജറ്റ് വിഷയത്തിലടക്കം, ഗവർണർക്കെതിരെ അടക്കം അത്തരത്തിൽ നീണ്ട വലിയ പ്രസംഗങ്ങളൊക്കെ ഈ ദീപിക പത്രത്തിൽ കണ്ടിരുന്നത് BJP-ക്കെതിരെയുമൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് അത് ആശ്വാസമാണ് എന്ന് പലരും കരുതിയിരുന്നു. BJP-ക്കെതിരെ സഭകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു, BJP-ക്കെതിരെ ദീപിക പത്രം എത്തിയിരിക്കുന്നു എന്നൊക്കെ ആശ്വസിച്ചിരുന്നു. അന്ന് വാർത്തകളും നൽകിയിരുന്നു. എന്നാൽ അന്നൊക്കെ അത് CPM-ന് വോട്ടായി മാറും, CPM-ലേക്ക് എല്ലാ സഭകളും പോകുന്നു, ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്ന ആശ്വാസം പലർക്കും ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യത്യാസം വന്നിരിക്കുകയാണ്. അത് അല്ല, തങ്ങളുടെ നിലപാട് പറയേണ്ട സമയത്ത് തങ്ങൾ പറയുമെന്നത് വീണ്ടും ഈ ക്രൈസ്തവ സഭകൾ വ്യക്തമാക്കുമ്പോൾ പേടിക്കേണ്ടതുണ്ട് പിണറായി വിജയനും CPM-ഉം SFIയും ഒക്കെ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ സമയത്താണ് ഇത്തരമൊരു നിലപാട് പറയുന്നത്. ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയം അത് ആര് ചെയ്താലും അതിനെ തടയണമെന്ന് പറയുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് SFI ആണ് എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ ഈ മുഖപ്രസംഗത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. അതിന് തടയിടേണ്ടതിന് പകരം അതിന് ഊർജം നൽകുകയാണ് CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നാണ് പറയുന്നത്. തങ്ങളുടെ ഒരു പ്രവർത്തകൻ അത്തരത്തിൽ, നമുക്കറിയാം, ഞാൻ ഒരു പാർട്ടിയുടെ നേതാവാണെങ്കിൽ എൻ്റെ ഏറ്റവും കീഴ്ഘടകത്തിലുള്ള ഒരാൾ ഒരു കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ ഒരു മോഷണം നടത്തുകയോ ചെയ്താൽ അത് എൻ്റെ അറിവോടെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അതിനെ ആ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് CPIM-നും ഈ SFIയുടെ നേതാക്കൾക്ക് സാധിക്കുന്നില്ല? 4 ദിവസമൊന്നും കെട്ടിയിട്ട് അടിച്ചിട്ടില്ല, ഒരു ദിവസം അങ്ങനെ അടിച്ചിട്ടുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആരെയാണ് ഇവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? അവിടെ ന്യായീകരിക്കുകയാണ്. 4 ദിവസമാണെങ്കിലും 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും അത്തരം മർദ്ദന മുറകൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം 3 ദിവസമൊന്നും മർദ്ദിച്ചിട്ടില്ല, ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും മർദ്ദിച്ചിട്ടുണ്ടാവുക എന്ന ന്യായീകരണം നടത്താൻ ഈ SFIക്കാർക്ക് സാധിക്കുന്നിടത്തോളം കാലം ഈ ദീപിക പത്രവും ദീപികയും പറഞ്ഞ അല്ലെങ്കിൽ ഈ മുഖപ്രസംഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം വസീഫൊക്കെ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയ്ക്കിടെ അവസാനം മാപ്പ് പറയുകയാണ്. ഞങ്ങൾ അവരുടെ കുടുംബത്തോട് മാപ്പ് പറയുന്നു, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. ആ നേതാവിനാണ് നല്ല നമസ്കാരം പറയുന്നത്. അദ്ദേഹത്തെ പോലെ പറയണം.
തുറന്നു പറയണം. അത് മാധ്യമങ്ങളോട് തന്നെ പറയണം. അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനോടും അമ്മയോടും പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോയതിൽ ലജ്ജയുണ്ടെന്നെങ്കിലും പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇനി ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പുഴുക്കുത്തുകൾ ഉണ്ടാകില്ല, അത് കൃത്യമായി പരിശോധിക്കുമെന്ന് പറയാൻ സാധിക്കണം. ഉടനെ ആ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട് അതിലെ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണം. സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും ആ കോളേജിലെ വിദ്യാർത്ഥികൾക്കും നീതി ഉറപ്പാക്കുക തന്നെ വേണം ചെയ്യാൻ. അതിന് SFIയോ ഇടതുപക്ഷമോ ഭരിക്കുന്ന സർക്കാരോ ഇടനില നിൽക്കരുത്. ഇടനില എന്ന് ഉദ്ദേശിച്ചത് അതിന് മുടക്കമായി ഇടയിൽ നിൽക്കരുത് എന്ന് മാത്രമാണ്. ആ നീതി നടപ്പാക്കേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരം.